ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ തന്നെ വീട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റും കൂടിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കി, അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിതാ 3 ക്യാരറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ക്യാരറ്റ് ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിത് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നിത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല ഫൈൻ രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ക്യാരറ്റൊന്ന് അരിഞ്ഞിട്ടാൽ മാത്രം വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര 2.5 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കാരണം ഞാൻ ഇതിൽ ലാസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മധുരമായി പോകും. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം പിന്നെ 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തെരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെരി വറുത്ത തെരിയും വറുക്കാത്ത തെരിയും യൂസ് ആക്കാം. വറുത്ത തെരിയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ തെരി യൂസ് ആക്കുന്നുള്ള. അപ്പോൾ ഇതാ തെരി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ വേഗം തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ കൈ വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ തെരിയൊക്കെ വേഗം തന്നെ അടിയിൽ കട്ടയായിട്ട് വരും. തെരി നല്ലോണം ഒന്ന് ക്യാരറ്റിൽ മിക്സായിട്ട് ഒന്ന് വെന്ത് വരട്ടെ, അതിലൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഈ ഡിസേർട്ട് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ബോൾസ് പോലെ ആക്കി വെച്ചിട്ട് അങ്ങനെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ മറ്റൊന്ന് നമ്മൾ പുഡിംഗ് ട്രേയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആ മിക്സ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഈ മിക്സ് പുഡിംഗ് ട്രേയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റുള്ളൊരു ഡെസേർട്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ക്യാരറ്റിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ക്യാരറ്റിലൊന്ന് തണഞ്ഞ ശേഷം ഞാനിതാ പുഡിംഗ് ട്രേയിലൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തണഞ്ഞെടുക്കണ്ട കേട്ടോ, അത് ചെറിയ ചൂട് വേണം, എന്നാലേ നമുക്കിങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാ നമ്മളെ ഡിസേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ അവിടെ സെറ്റായിട്ട് ഉണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രം ചൂടായ ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് പാലൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ ഞാനിതിന് കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ബൗളിലേക്ക് പാല് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഈ പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അരിപ്പൊടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലൊന്ന് കുറുക്കിയെടുക്കാനായിട്ടാ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈ ഇളക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിൽ അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പാൽ മിക്സ് ഇങ്ങനെ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
ഈ ഡിസേർട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിസേർട്ടും കൂടിയാണ് കേട്ടോ. ഇനി ഇതാ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റും കൂടിയും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതാ ഇതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്യാം. ഞാൻ ഒരു ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഡെക്കറേറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ഡിസേർട്ടിൽ നിങ്ങൾ ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. മിൽക്ക് മെയ്ഡും ഷുഗറും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ എത്ര ഷുഗർ വേണമെന്നുള്ളത്, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. മാഷാല്ലാ. പിന്നെ ഒരു കാര്യം, എൻ്റെ കഴിഞ്ഞൊരു വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ബായ്, അസ്സലാമു അലൈക്കും.